അതിന് മുമ്പേ ചെയ്തത് ഹിഗിറ്റ, മറ്റേ ശ്രീധന്യ കാറ്ററിംഗ് സർവീസ് ആണ് ആദ്യമായിട്ട് ഞാൻ ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടർ ചെയ്തതെന്ന് എനിക്ക് തോന്നിയത്. ജിയോ ബേബിയുടെ പടമായിരുന്നു അത്. പുള്ളിക്കാരൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ഞാൻ ചെറിയൊരു വേഷം ചെയ്തിരുന്നു. അതിനുശേഷം ശ്രീധന്യ ചെയ്തപ്പോഴാണ് പുള്ളിക്കാരൻ വിളിച്ചത്, അങ്ങനെ ചെയ്തു. ഹിഗിറ്റയിൽ ധ്യാൻ്റെ അമ്മയായിട്ട് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതും നല്ല ക്യാരക്ടറായിരുന്നു. അതിലാകെ 4 സ്ത്രീ കഥാപാത്രങ്ങളേ ഉള്ളൂ. അതിൽ കുറച്ച് പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. പക്ഷെ സിനിമ അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. ധ്യാൻ്റെ പടമായിരുന്നു. ഒരു എന്താ പറയുക, സുരാജേട്ടൻ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു വേഷമായിരുന്നു. പക്ഷെ അത് സിനിമ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ട് അങ്ങനെ. ചേച്ചിയുടെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ അധികം സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ഭാര്യയായിട്ടും അല്ലെങ്കിൽ അമ്മയായിട്ടും ഒക്കെയാണ് ഇപ്പോൾ കുറേ സിനിമകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? പിന്നെ ഈ അമ്മ റോളുകളിലേക്ക് ചുരുങ്ങുന്നതിൻ്റെ ഒരു ഇത് ഉണ്ടോ? അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടോ? ഈ ഒരു ഞാൻ ധ്യാൻ്റെ പടത്തിലേക്ക് പോണ സമയത്ത് അവരെൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചു ഞാൻ കുറച്ച് തടിയും ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണ് വിചാരിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഹേമന്തേട്ടൻ എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾ ധ്യാനിൻ്റെ അമ്മയായിട്ടാണ് എന്നോട് പറഞ്ഞു. അപ്പം ഞാനൊന്നും വേണ്ടിയില്ല. എത്ര വയസ്സുണ്ട് ചോദിച്ചു. അപ്പം എന്നെ സജസ്റ്റ് ചെയ്ത ആള് 40 വയസ്സെന്നാണ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ 40 പറയാൻ ബാധ്യസ്ഥയാണ്. ഞാൻ 40 വയസ്സെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും എന്ന് വെച്ചു. അപ്പൊ ഞാൻ അതിനൊന്നും മിണ്ടിയില്ല. സത്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന് റെസ്പോണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഒന്നും മിണ്ടിയില്ല. അപ്പൊ അയാള് പറഞ്ഞു, ധ്യാനിനെ ഇപ്പൊ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ കുട്ടി അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു, ആ ഉത്തരം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ നിസാർക്കി ആയിരുന്നു. കഴിഞ്ഞ വർഷം അവാർഡൊക്കെ കിട്ടിയിട്ടില്ല, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല, നിസാർക്കി ആയിരുന്നു. അപ്പം നിസാർക്കനെ വിളിച്ചു വെച്ചപ്പോൾ അവരെ ഞാൻ തടിപ്പിച്ചോളാം, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നിസാർക്കയ്ക്ക് എന്നെ നേരത്തെ പരിചയമുണ്ട്. കപ്പേളയിൽ ഒരു ലേഡി ഓട്ടോ ഡ്രൈവറെ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീധന്യയിലും ഓട്ടോ കരിയാണ്, വലിയ വണ്ടി ഓടിക്കുന്ന, എന്നിട്ട് നമ്മുടെ ഈ കുടുംബശ്രീന്റെ വണ്ടിയില്ലേ വേസ്റ്റ് എടുക്കുന്ന ആ വണ്ടി. അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ എന്താ വെച്ചാല് ക്യാമറ ഇതിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓട്ടോ ഓടിക്കാനൊന്നും അറിയില്ല. ഞാൻ കപ്പേളയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ക്യാമറ നമ്മൾ ഇതിൻ്റെ മുമ്പിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, വണ്ടിയുടെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഞാൻ ആദ്യം അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു സ്ലോപ്പാണ് വീട്, അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ചവിട്ടി നിർത്തണം. അപ്പം ആദ്യം ഞാൻ ജിയോ ചേട്ടനോട് വെച്ചു, ജിയോ ചേട്ടാ ഈ ക്യാമറയ്ക്ക് എന്ത് കാശാവും, എൻ്റെ വീട് പണയം വെച്ചാൽ അത് നടക്കുമോ നോക്കാനാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ പടവും ഓരോ എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് അതേപോലെ രസകരമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ഓരോ പടത്തിനുണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഏറ്റവും ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഏതായിരിക്കും ഓർക്കുകയാണെങ്കിൽ? ശേഷം മൈക്കിൾ ഫാത്തിമ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. അതിൽ നൂർജഹാൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തന്നിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ PPL ലില്ലി എനിക്കിഷ്ടമാണ്. അവര് കുശുമ്പും കുന്നായ്മയും ദുഷ്ടതയും ഒക്കെ ഉള്ള നാട്ടുംപുറത്തുള്ള ഒരു സാധാരണ പെണ്ണ് എന്ന് പറയില്ലേ നമ്മള്, അതേപോലത്തെ. അതില് കുട്ടാപ്പൂ എന്നാണ് എൻ്റെ ഹസ്ബൻഡിന്റെ പേര്. ഹസ്ബൻഡിനെ കാണിക്കുന്നില്ല, ആനക്കാരനാണെന്ന് പറയപ്പെടുന്നു. 3 മക്കളെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ പുറത്ത് ആനപ്പിണ്ടവും ചങ്ങലൊക്കെ ഇട്ടിട്ടുള്ളത് പറഞ്ഞു. ഹസ്ബൻഡിന് ഇപ്പോഴും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ലില്ലി ഒരു രസമുള്ള ക്യാരക്ടറായിരുന്നു. PPL ഇങ്ങനെ കുറെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഭയങ്കര സ്ക്രിപ്റ്റഡ് ഫോർമാറ്റിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഇത് തന്നെ പറയണം, ഇതാണ് നിങ്ങളുടെ ഡയലോഗ്, അങ്ങനെയില്ല. ചേച്ചി കുട്ടീനെ കാണാതെ ആവുന്നു, അപ്പോൾ ഒരാൾ കിണറ്റിൽ നോക്കി ഇങ്ങനെ പറയുന്നു, അപ്പൊ ചേച്ചി അവിടെ ചെല്ലുമ്പോൾ ഇന്നൊരു സാധനം മാത്രം എക്സ്ട്രാ പറയണം, ബാക്കി ചേച്ചീൻ്റെ കയ്യിൽ നിന്ന് ഇട്ടോളൂ, അങ്ങനെ പറയില്ലേ. അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും ഇംപ്രൂവൈസ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ട്. ചേച്ചി അതിൽ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇൻവോൾവ് ചെയ്തതിന്റെ ഭാഗമാണ് ഞാൻ അന്ന് തലയും കുത്തി വീണത്. അത് നാച്ചുറൽ ആയിട്ട് തന്നെ സംഭവിച്ചാണോ? അല്ല, ബോധം കെട്ട് വീണത് ആദ്യത്തെ നിങ്ങൾ കണ്ടത് ഞാൻ എന്നെ ശിവജിയേട്ടൻ പിടിക്കണാണല്ലോ. അതിന് മുമ്പത്തെ വീഴ്ച പിടിക്കാതൊരു വീഴ്ച നന്നായിട്ട് വീണിട്ടുണ്ടായിരുന്നു. നാച്ചുറൽ ആയിട്ട് സംഭവിച്ചത്. ഓക്കെ. അപ്പൊ എത്ര വർഷമായി ഇപ്പൊ ഈ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാൻ ഒരു 8-9 വർഷമായിട്ട് അമച്വർ നാടക രംഗത്തുണ്ട്. നാടകമാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. നാടകം വേറൊരു എക്സ്പീരിയൻസ് ആണ്. 2 മണിക്കൂർ തിയേറ്റർ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. 2 മണിക്കൂർ നാടകം നമ്മൾ നന്നായി ചെയ്താൽ 2 മണിക്കൂർ നിൽക്കുകയും നമ്മളൊരു ഡയലോഗ് തെറ്റിച്ചാൽ അത് 10-15 മിനിറ്റിനുള്ളിൽ നിൽക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നാടകം എന്ന് പറയുന്നത് തരുന്ന ഊർജ്ജം ഭയങ്കര വലുതാണ്. പിന്നെ ഒരു സിനിമ ചെയ്യുന്നതിന് സിനിമയിലെ ക്യാരക്ടറും നാടകത്തിലെ ക്യാരക്ടറും എന്ന് പറയുമ്പോൾ, നാടകം നമ്മൾ ആ 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ ക്യാരക്ടർ ഫുൾ ഫിനിഷ് ചെയ്യും. അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ ചെയ്തു തീർക്കും. സിനിമ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ക്യാരക്ടർ നമ്മൾ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം കൊണ്ടാണ് ആ സാധനം ഇങ്ങനെ ചെയ്ത് പോണത്. ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ഏതാണ്? നാടക അഭിനയമാണോ? ചെയ്യാൻ ബുദ്ധിമുട്ട് നാടകാഭിനയം തന്നെയാണ്. ലൈവായിട്ട് പെർഫോം ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, മറ്റേത് എല്ലാത്തിനും റീടേക്ക് ഉണ്ടല്ലോ. നിങ്ങൾ മോശമായി പെർഫോം ചെയ്തെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ചെയ്തോളൂ എന്ന് പറയും. മറ്റേതിന് അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല. നമ്മളെ വോയിസ് എനർജി
എല്ലാം വേണം. ഇപ്പം അഥവാ നമ്മള് സിനിമ അഭിനയത്തിന്റെ സമയത്തൊക്കെ നമ്മളെ ശബ്ദമൊക്കെ ഒന്ന് മോശമാണെങ്കിൽ നമുക്ക് അത് ഡബിങ്ങിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ചെറിയ സ്ലിപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ശരിയാക്കാം. പക്ഷെ നാടകത്തിൽ ഇതൊന്നും നടക്കില്ലല്ലോ. എല്ലാ ഊർജവും എടുത്ത് ആദ്യത്തെ കാണി മുതൽ ഇപ്പം 3000 ആളുള്ള സ്റ്റേജ് ഇരിക്കുന്ന ആളാണെങ്കിൽ ആ 3000ാമത്തെ ആള് വരെ എത്തുന്ന വരെയുള്ള ഊർജം നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ അതെ അതെ നമ്മുടെ സൗണ്ട് കൊണ്ടും സംസാരം കൊണ്ടും ഒക്കെ നമ്മളത് കൊടുക്കണം. അപ്പൊ നാടകം തുടങ്ങി കുറച്ച് കഴിഞ്ഞ എങ്ങനെയാണ് സിനിമ മോഹം ആദ്യമേ ഉണ്ടായിരുന്നു, അല്ലെ നാടകം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം ഗ്രാജുവലി സിനിമയിലേക്ക് വന്നതാണ്? ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. ഓക്കെ. അതാണ് പെർഫോം ചെയ്തിരുന്നത്. മോഹിനിയാട്ടവും ഭരതനാട്യമാണ് പണ്ട് പെർഫോം ചെയ്തിരുന്നത്. സെൻറ്റ് തെരേസസിലെ ഡാൻസ് ടീച്ചറായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നാടകം ചെയ്യുന്നത്. കോളേജിൽ പഠിക്കുമ്പോൾ നാടകം ചെയ്തിട്ടുണ്ട്. പക്ഷെ പണ്ടൊക്കെ നാടകം ഭയങ്കര വെറുക്കപ്പെട്ട കലയാണേ. നമ്മൾ നാടകം ചെയ്യാൻ പാടില്ല. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മാത്സ് പരീക്ഷയിൽ നിന്ന് ഒളിച്ചോടാനാണ് നാടകം എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടത്. പക്ഷെ അത് പിന്നെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. മനോജ് നാരായണ മാഷാണ് ആദ്യത്തെ ഗുരു. പിന്നീട് ശാന്തേട്ടൻ, അങ്ങനെയുള്ള ഒരുപാട് നല്ല നാടക സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്.